ഇടുക്കിയിൽ ഭീതി പടർത്തി കാട്ടാനകൾ. ഇന്നലെ രാത്രി ദേവികുളം ടൗണിൽ എത്തിയ പടയപ്പ എന്ന കാട്ടാന ജനവാസ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുവെന്ന് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ പശുവിനെ ആക്രമിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ നിൽപ്പുറപ്പിച്ചതിൻ്റെ കഥയുമായിട്ട് രാഹുൽ വിജയൻ നമുക്കൊപ്പം ഇടുക്കിയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. എവിടെയാണ് ഇപ്പോൾ കാട്ടാന ഉള്ളത്? ഇത് തത്സമയ ദൃശ്യമാണോ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്? ഈ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെയുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയിലത്തെ ദൃശ്യങ്ങളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പടയപ്പ കുറേ നാളുകൾക്ക് ശേഷം ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതിന് സമീപത്തോടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇപ്പോൾ എന്തായാലും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അതേറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. RRT സംഘം എന്തായാലും ആരെയും നിരീക്ഷിക്കുന്നുണ്ട്. മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളത് RRT സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാർ മേഖലയിലുള്ള ആന പടയപ്പ അത് ദേവികുളം ഭാഗത്തേക്ക് പയ്യെ നീങ്ങിയിട്ടുണ്ട്. ഇനി അത് ചിന്നക്കനാൽ ഭാഗത്തേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ കാട്ടാനയുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നു. ഇന്നലെ സരസമ്മ എന്ന് പറയുന്ന ആളുടെ പശുവിനെയാണ് ആക്രമിച്ചത്. പശുവിന്റെ നടു ഒടിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ കാട്ടാന ആക്രമണം ഉണ്ടായി ഉടൻ തന്നെ വനംവകുപ്പിനെ വിളിച്ചറിയിച്ചു. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ സ്ഥലത്തേക്ക് ഈ പശുവിനെ കാണാനോ അല്ലെങ്കിൽ ഈ സരസമ്മ എന്ന് പറയുന്ന ആളെ വന്ന് കാണാനോ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. മാത്രമല്ല ആനയെ ഓടിക്കുന്നതിന് വേണ്ടി വാച്ചർമാർ തീയിട്ടു. അതുകൊണ്ടാണ് ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളൊരു പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ബുദ്ധിമുട്ട് കാട്ടാന ശല്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വനംവകുപ്പ് തന്നെയാണ് പരിഹരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.